നമസ്കാരം, ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് സ്ത്രീകളുടെ വസ്ത്രസങ്കല്പ ലോകത്തെ ഡിസൈനുകൾക്ക് 4 വർഷമായി പുതുമ നൽകിക്കൊണ്ടിരിക്കുന്ന ബട്ടർഫ്ലൈനെയാണ്. ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സങ്കല്പത്തിലെ വസ്ത്ര ഡിസൈനുകളെ അതേപോലെ ഒപ്പിയെടുക്കാൻ പ്രഗത്ഭരായ ഡിസൈനേഴ്സും ടൈലേഴ്സും ബട്ടർഫ്ലൈയിലുണ്ട്. സ്ത്രീകൾക്ക് ആവശ്യമായ A to Z മെറ്റീരിയൽസുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒപ്പം മിതമായ റേറ്റും കൂടിയാണ് ബട്ടർഫ്ലൈയുടെ മറ്റൊരു പ്രത്യേകത. ഇത്രയും വിശദമായി ബട്ടർഫ്ലൈനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കും. ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് ഒരു വ്യക്തമായ പരിചയപ്പെടലിലൂടെ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഏവർക്കും കാണാം. അടുത്തതായി നമ്മുടെ ഒരു ചെറിയ പരിചയപ്പെടലാണ്. ബട്ടർഫ്ലൈന്റെ ഡിസൈൻ സെക്ഷനുകളെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം. ഓക്കെ, അവസരം ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയ ഒരു ലേസ് ആണ് അല്ലേ. ലേസസ് ഒരുപാടുണ്ട്. അതിൽ നമുക്കൊരു സാധനത്തെ കുറിച്ച് പരിചയപ്പെടാം. ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ചെറിയ ലേസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോൺസ് മാച്ച് ആവും, സ്യൂട്ട് ആവും, ഒരു ഫിക്സ് ആയിട്ട് നിൽക്കും. കളറാണ് ഗോൾഡൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോയ്സ് ചെയ്യുന്ന ഒരു കളറാണ് അല്ലേ. ഇതിലേക്ക് വരുന്ന സ്റ്റോൺസ് ഏതാണ്? സിമ്പിൾ ആണോ അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലേസാണ് ലേസ്? ഓക്കെ, ഇതിനൊരു ചെറിയ റേറ്റ് ആണ്, മിതമായ റേറ്റ്. ഓക്കെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഇത്രയും ചെറിയ ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ ബട്ടർഫ്ലൈ യാതൊരു കോംപ്രമൈസിനും തയ്യാറാവുന്നില്ല. അത് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ഷോപ്പുകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ബട്ടർഫ്ലൈൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്വാളിറ്റി എന്നുള്ളത്. ബട്ടർഫ്ലൈൻ്റെ ലേസസിനെ ഒരിക്കൽ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു സെലക്ഷൻ തന്നെയാണ് ലേസസിൻ്റെ കാര്യത്തിൽ ബട്ടർഫ്ലൈ ഒരുക്കിയിട്ടുള്ളത്. അതിൽ മിതമായ കോസ്റ്റ് ഉള്ളതുണ്ട്, ഏറ്റവും ഹൈ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്വാളിറ്റിയും അതനുസരിച്ച് കൂടും അല്ലേ. റേറ്റ് കൂടുന്നതാണെങ്കിൽ ക്വാളിറ്റിയിൽ കൂടും, അതോടൊപ്പം ഡിസൈനിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഇതെങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഗ്യാപ്പ് വൈസിൽ ഒരു സ്റ്റോണ് ഇവിടെ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റും അല്ലേ ഒരു ലവ് ഷേപ്പിൽ ഒരു നൈസാണ്, അത്യാവശ്യം കാണാൻ നൈസായിട്ടുള്ള ഒരു ലേസസ് ആണ്. അതോടൊപ്പം തന്നെ വേറെയുണ്ട്. ഇത് ഒരു വേറെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയുന്നത്? ഷുഗർ ബിറ്റ്സ്. ഓക്കെ, ഡിസൈൻ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഡിസൈൻ, അതായത് ഈ സ്റ്റോൺസിൻ്റെ ഒക്കെ ഇടയിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കും സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ ഡിസൈനുകളിൽ സ്റ്റോൺസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പോകുന്ന ഒരുതരം പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്, ലേസാണിത്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഉണ്ട്. ഇതിന് എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്? ഒരു എറൗണ്ട് കോസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു മാർജിനിലാണ് കൊടുക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊരു മിറർ വർക്കാണ്. നമ്മളൊക്കെ സ്ത്രീകളുടെ ഡ്രസ്സുകളൊക്കെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോൺസ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണിച്ചതുപോലെ മറ്റൊരു വർക്ക്സിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഗ്ലാസ് അല്ലെ. ചെറിയ രീതിയിൽ നമ്മളിവിടെയൊക്കെ ഘടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് കാണുന്നത്. വളരെയധികം അട്രാക്ഷനബിൾ ആണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബട്ടർഫ്ലൈയിൽ ലേസസിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെയുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള ചോയ്സ് ആണെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ സെലക്ഷനുകൾ ഇവിടെയുണ്ട്. ഓക്കെ, ബട്ടർഫ്ലൈസിൻ്റെ ഡിസൈനുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി നമുക്ക് വെൽബെറ്റ് മെറ്റീരിയലിലേക്ക് ഡിസൈൻ ചെയ്ത ഒരു വസ്ത്രത്തെ പരിചയപ്പെടാം. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് അല്ലേ. അതായത് ഇവിടെ ഒരുപാട് ഡിസൈനുകൾ ഇവർ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകും. നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വെൽബെറ്റ് മെറ്റീരിയലാണ് അല്ലേ. ഇതിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് ഒരു ചെറിയ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വെൽബെറ്റ് മെറ്റീരിയലിലേക്ക് അത്യാവശ്യം ഒരു ത്രെഡ് വർക്കും താഴെ ഒരു ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവരുടേത് അല്ലേ. ഒപ്പം കൈയുടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ഷോൾഡറിലൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇത് ആളുകൾക്ക്
വേണ്ട രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. അതനുസരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് തന്നെയാണ് ബട്ടർഫ്ലൈസിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, എടുത്തു പറയേണ്ട ഒരു മേന്മ അത് തന്നെയാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ മെറ്റീരിയൽ സെക്ഷനുകളെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. മെറ്റീരിയൽസിന് വേണ്ടി ഒരു വലിയ സെക്ഷൻ തന്നെ ബട്ടർഫ്ലൈസിലുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസുകളുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് മെറ്റീരിയൽസുകളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ അഫ്സൽ, ഇത് എന്താണ് ഈ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത? എന്താണ് മെറ്റീരിയൽസ്? എന്താണ് നെറ്റിലേക്ക് ത്രെഡ് വർക്കായിട്ട് വന്നിട്ടുള്ള ഇത് നെറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്നൊരു കാര്യമാണ്. നെറ്റിലേക്ക് ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. അപ്പം അത്യാവശ്യം നല്ല അല്ലേ, കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ ഉള്ള ഒരു സാധനമാണ്. കാരണം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലുക്കായിരിക്കും. കാരണം നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇതിലുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്? എറൗണ്ട് കോസ്റ്റ് സ്റ്റാർട്ടിങ് റേറ്റ്? ഓക്കെ, 300. ഒരു ചെറിയ മിതമായ റേറ്റ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മിതമായ റേറ്റിലാണ് ബട്ടർഫ്ലൈസ് വിപണിയിലേക്ക് ഇവരുടെ ഓരോ പ്രൊഡക്റ്റുകളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. നമ്മുടെയൊക്കെ കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലുള്ള കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ പോയാൽ അല്ലെങ്കിൽ കല്യാണത്തിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഈ നൈറ്റ് ഫംഗ്ഷനുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു തരം വസ്ത്രമുണ്ട്. കാരണം ഒരു വളരെയധികം അട്രാക്ഷനബിൾ ആയിരിക്കും, നല്ല കാണാനൊക്കെ കിടിലനായിരിക്കും. അത്തരത്തിലുള്ള ഡിസൈനിങ്ങുകളിൽ കടന്നു വരുന്ന മെറ്റീരിയൽസുകളുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ്. എന്താണ് ഇതിനെ പറയുന്നുള്ളത്? സീക്വൻസി ക്ലോത്തിലേക്ക് സീക്വൻസി വർക്ക് എന്നാണ് പറയുന്നത്. മാക്സിമം പാർട്ടി വെയർ അല്ലേ, അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എടുത്ത് കാണിക്കുമല്ല, ഇത്തരത്തിലുള്ള അട്രാക്ഷൻ. പുതിനാട്ടികൾ അതല്ലെങ്കിൽ കല്യാണ പെണ്ണൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം, അങ്ങനെയാണ് ഇതിനെ എടുത്തു പറയേണ്ടത് ഈ ഒരു മെറ്റീരിയൽസിന്. ഓക്കെ, ബട്ടർഫ്ലൈസിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹാങ്കിങ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ വസ്ത്രങ്ങളിലുള്ള ഡിസൈനിങ് ആയിട്ട് വരുന്ന ഒരുപാട് ഹാങ്ങിങ്സുകളുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടാം. ഓക്കെ അഫ്സൽ, ഇതൊരു ചെറിയൊരു ഡിസൈനാണല്ലേ. ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ വസ്ത്രങ്ങൾക്ക് അല്ലേ, ചിലപ്പോൾ ട്രെൻഡി ആയിട്ട് വരുമ്പോഴത്തേക്കാണ് ഇത്തരം കാര്യങ്ങൾ ഏകദേശം യൂസ് ചെയ്യുന്നുള്ളത് അല്ലേ. ഓക്കെ, വസ്ത്രങ്ങൾക്ക്, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അറിയാം, അവരുടേതായിട്ടുള്ള ഡിസൈനുകളാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. നിങ്ങളുടേതായിട്ടുള്ള ഡിസൈനുകളെ പരിപൂർണമായിട്ട് പൂർത്തീകരിച്ച് തരുന്ന ഒരു ജോലിയാണ് ബട്ടർഫ്ലൈസ് എടുത്തുകൊണ്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹാങ്ങിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്ക് സൈഡിലൊക്കെ ആയിട്ടല്ലേ, സൈഡിലൊക്കെ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുക. നിങ്ങളൊന്ന് പരിചയപ്പെട്ടത് ബട്ടർഫ്ലൈസിനെയാണ്. ഇനിയും ഒരുപാട് പുതിയ പരിചയപ്പെടലുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. നന്ദി, നമസ്കാരം.